ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, അങ്ങനെ ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് കോൺഗ്രസ് എത്തി. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്താണ് വരുന്നെങ്കിൽ കോൺഗ്രസിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം ദിലീപ് കുമാർ? ഉന്മേഷ്, PV അൻവറിന്റെ എതിർപ്പുകൾ തള്ളിക്കൊണ്ട് PV അൻവറിന്റേത് രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന പേര് ആര്യാടൻ ഷൗക്കത്തിൻ്റെതായിരുന്നു. എന്നാൽ PV അൻവർ ആകട്ടെ ഒരു മുഴം മുമ്പേ എറിഞ്ഞ് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. VS ജോയി സ്ഥാനാർത്ഥിയാവട്ടെ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്തു. പക്ഷേ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ 2016 നിലമ്പൂരിൽ PV അൻവറിനോട് മത്സരിച്ച് പരാജയപ്പെട്ടയാണ് ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ മുതൽ തന്നെ, അതായത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ആ ഗ്രാമപഞ്ചായത്ത് പിന്നീട് നഗരസഭയായി മാറിയപ്പോൾ നഗരസഭയുടെ അധ്യക്ഷനായിരുന്നു. പല തലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിച്ചിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതാക്കൾ പിന്നീട് കൈക്കൊള്ളുകയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ ആക്കുന്നത് സംബന്ധിച്ച് ഇനി ഔദ്യോഗികമായ തീരുമാനമാണ് വരേണ്ടത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേര് മാത്രമാണ് ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ഒരു പേര് മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ എന്നതിനാൽ വലിയ എതിർപ്പുകൾ ഉണ്ടാവില്ല. ഇക്കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ അംഗീകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ 2 തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനായി കോൺഗ്രസ് നേതൃത്വം നിയോഗിക്കുകയാണ്. അതേസമയം തന്നെ PV അൻവർ ആകട്ടെ ഇനി എന്ത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നേരത്തെ വെച്ച ഉപാധികളിലൊന്ന് അവിടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആകരുത് എന്നതായിരുന്നു. ആ ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പ്രധാനപ്പെട്ട ആവശ്യം UDFൽ തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കുക എന്നതാണ്, ഘടകകക്ഷിയാക്കുക എന്നതാണ്. ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് കോൺഗ്രസ് നേതൃത്വവും UDFുമാണ്. ആ തീരുമാനം എത്രയും വേഗം എടുക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലാണ് ഇപ്പോൾ അൻവറിൻ്റെ തുടർ നീക്കങ്ങളെ കാണുന്നത്. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. PV അൻവറിനെ അനുനയിപ്പിക്കുന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ ഏറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് PV അൻവറിനെ ഒരുപക്ഷെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെയുള്ള ശ്രമം നടത്തിയേക്കാം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യത്തിൽ അവർ ഏറെക്കുറെ ഒരേ മനസ്സുകാരാണ്. അതായത് PV അൻവറിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല. തുടക്കത്തിലെ PV അൻവറിൻ്റെ സമ്മർദ്ദം അംഗീകരിച്ചു കൊടുത്താൽ അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. UDFലെ മറ്റ് ഘടകകക്ഷികളുടെയും നിലപാട് ഏതാണ്ട് ഇത് തന്നെയാണ്. അതേസമയം PV അൻവറിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണക്കം